വേണേ എഴുതി വെച്ചോ. ജോലിയിൽ പ്രവേശിക്കുമ്പോൾ രാമഃ, ജോലിയിൽ നിന്ന് റിട്ടയർ ചെയ്യുമ്പോൾ വിരാമഃ എഴുതി വെച്ചോ. വിരതഃ, സൃഷ്ടിയിലും പ്രളയത്തിലും രതിയില്ലാത്തവൻ. സൃഷ്ടിയിലും പ്രളയത്തിലും രതി താല്പര്യമില്ലാത്തവൻ വിരതഃ. ഞാനുണ്ടാക്കിയത് എന്റെ മുന്നിൽ നിന്ന് നഷ്ടപ്പെടുമ്പോൾ എനിക്കുണ്ടാകുന്ന ഒരു ദുഃഖമുണ്ട്. മനസ്സിലായോ? അത് ഞാനുണ്ടാക്കിയതാണ്. എന്റെ മുന്നിൽ തന്നെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ എനിക്ക് അതിനോടൊരു, അതിനർത്ഥം എനിക്ക് അതിനോടൊരു രതിയുണ്ട്, ആ വസ്തുവിനോട് രതി. ഒരു വസ്തുവും ആത്യന്തികമല്ല. നാമരൂപങ്ങൾ നിങ്ങളെ തെറ്റിദ്ധാരണയിലേക്ക് വഴി നയിക്കുന്നതാണ്. ആധ്യാത്മികതയിൽ ഏറ്റവും ശരിയായ വഴി നാമരൂപങ്ങൾക്ക് പ്രസക്തിയിലാണ്. നാമത്തിനോ രൂപത്തിനോ മാറിക്കൊണ്ടിരിക്കും. വളരെ സുമുഖനായൊരു വ്യക്തി വിരൂപനാകാറില്ലേ? ഉണ്ടല്ലേ? വളരെ സുമുഖിയും സുന്ദരിയുമായ സ്ത്രീ വിരൂപയാകാറില്ലേ? അതിനർത്ഥം ഈ സൗന്ദര്യമോ ഈ കാണുന്നതോ ഒന്നും ശാശ്വതമല്ല. ഉള്ളതിൽ നമുക്ക് എന്ത് ചെയ്യേണ്ടതില്ല, വലിയ രീതി നമുക്ക് ആവശ്യമാണ്. ഈ നിമിഷമേ ഉള്ളൂ. ഭൂതകാലം നിങ്ങളെ വേട്ടയാടുന്നത് അത്രയും നിങ്ങളുടെ ചിന്താഗതിയിലെ പ്രശ്നമുണ്ട്. ഈ നിമിഷം മാത്രമേ നിലവിലുള്ളൂ. കഴിഞ്ഞു പോയതെല്ലാം കഴിഞ്ഞുപോയി. വരാനിരിക്കുന്നതൊന്നും വന്നു ചേർന്നിട്ടില്ല. പക്ഷേ നമ്മൾ ദുഃഖിക്കുന്നത് അത്രയും വരാനിരിക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചാൽ. ആ ദുഃഖിക്കുന്നതിന് നമ്മുടെ കാരണമാകട്ടെ അതെല്ലാം കഴിഞ്ഞ കാലത്ത്. ഫലത്തിൽ ഈ നിമിഷം നമ്മൾ നളഞ്ഞു കുടിച്ചു. ഒരാള് പറഞ്ഞതുപോലെ എന്താണ്, എനിക്ക് വരം വേണം. അപ്പൊ ചോദിച്ചു, എന്ത് വരം വേണം? അതൊന്ന് ആലോചിക്കണം. ആലോചിച്ചോളൂ എന്നതാണ് ഒരു വരം. കഴിഞ്ഞു. വരത്തെ കുറിച്ച് ഇനി ആലോചിക്കാൻ സമയമല്ല, ആലോചിച്ചോളൂ എന്നുള്ളതാണ് വരം. മനസ്സിലായില്ലേ? അപ്പോ അതുപോലെയാണ് മനുഷ്യന്റെ സ്ഥിതി. കഴിഞ്ഞു പോയതിനെ കുറിച്ച് ഓർക്കുന്നില്ല, അല്ല ഓർക്കും. വരാനിരിക്കുന്നതിനെ കുറിച്ച് സങ്കടപ്പെടും. പക്ഷെ ഈ നിമിഷം എന്നൊരു സംഗതിയുണ്ട്, അതിനെ കുറിച്ച് നമ്മളാരും അതിനെ ചിന്തിക്കാനുള്ള വഴിയാണ് ആധ്യാത്മികത. വിരതഃ എഴുതി. ഇനി മാർഗഃ. ശരണാഗത ഭാവത്തോടെ തന്റെ ഐകത്തണയുന്നവരെ എല്ലാം ശരണാഗത ഭാവത്തോടെ തന്റെ അരികത്തണയുന്ന എല്ലാ പ്രാണികളെയും ശുദ്ധമാക്കുന്നതിനാൽ വിഷ്ണു മാർഗമാകുന്നു. വിഷ്ണു മാർഗമാകുന്നു. ശരണാഗതന്മാർ അല്ലേ? കേട്ടില്ല. അപ്പൊ ആ ശരണാഗത ഭാവത്തോടു കൂടി തന്നിൽ അണയുന്ന എല്ലാ പ്രാണികൾക്കും എന്ത് കൊടുക്കുന്നു ഭഗവാൻ? അവരെയൊക്കെ ശുദ്ധമാണ്. മനസ്സിലായി? ഈ നമ്മൾ അതായത് നമ്മളെ കയ്യിലുള്ള ഒരു വസ്തു, ഒരു വളമുണ്ട് അല്ലെങ്കിൽ ഒരു മോതിരമുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് നമ്മൾ ശുദ്ധമാക്കുക? തീയിലിട്ട് അവരെങ്ങനെ കാച്ചി കുറുക്കി പൊന്നാക്കി, അല്ലേ? കാച്ചി കുറുക്കി പൊന്നാക്കി എടുക്കുക എന്ന് പറയാം, അല്ലേ? അപ്പോ കാച്ചി കുറുക്കുന്ന ആ പദ്ധതിയാണ് ഭഗവാൻ ചെയ്യുന്നത്. മനസ്സിലായി? കുറുക്കാൻ ബാധ്യതയുള്ളവൻ കുറുക്കനാണ്. ശരി. ഇനി 397 നേയ
ഭക്തന്മാർക്ക് നേടാൻ കഴിയുന്നവനാകയാൽ വിഷ്ണു നേയഃ ആകുന്നു. ഭക്തന്മാർക്ക് പ്രാപിക്കാൻ കഴിയുക, നേടാൻ കഴിയുന്നവനാണ് നേയഃ. ഭക്തന്മാർക്ക് പ്രാപിക്കാൻ കഴിയുന്നവനാകയാൽ വിഷ്ണു നയ. നമ്മെ ഏവരെയും നയിച്ചു കൊണ്ടുപോകുന്നവനാകയാൽ നയ ആകുന്നു. വാക്കൊക്കെ നിങ്ങൾക്കറിയാം. അഗ്നേ നയ സുബധാരായേ, അഗ്നേ നയ, അഗ്നേ നയ, അഗ്നേ നയ. അഗ്നി വാക്കിന്റെ അർത്ഥം അഗ്, അഗ്രണ്യർ, ഭവതി, ഇതി, അഗ്നി. അതും നയ എന്ന ശബ്ദത്തിന്റെ അർത്ഥമാണ്. അതുകൊണ്ടാണ് ഈ നയ എന്ന ശബ്ദം നമ്മൾ നോക്കുക, എല്ലായിടത്തും വൈദിക വാങ്മയത്തിലെ വിഷ്ണു സഹസ്രനാമത്തിലെ ഏറെ നോക്കിയാലും നമ്മളെ നയിക്കുന്നവൻ, വിശേഷത്തോടെ നയിക്കുന്നവൻ വിനായകൻ. ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു ഉപദേശം പറയാം. നിങ്ങൾ ഏത് ശബ്ദം കേട്ടാലും ആ ശബ്ദം നിങ്ങളെ മനസ്സിലിട്ടിങ്ങനെ ആക്കുക. ഒരു ശബ്ദം, ഒറ്റ ശബ്ദം, ഒരു ദിവസം ഒരു ശബ്ദം നിങ്ങളെ മനസ്സിലിട്ടാക്കി തന്നെ ഒരു ഭാവം ഉണ്ടാവും. ഭാവം ഉണ്ടാവുമ്പോ നമ്മളിൽ ബോധം ഉണ്ടാവും. ബോധം ഉണ്ടാവുമ്പോ കാമം പോകും. മനസ്സിലായില്ലേ? അതാ പറഞ്ഞത്. കാമം പോയാൽ സർവത്ര എല്ലാം പോയി. കാമാൽ ക്രോധാഭിജായത്തെ. അല്ലേ? കാമം കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? ക്രോധം ഉണ്ടാവുന്നത്. ക്രോധാത് ഭവതി സമ്മോഹം. ക്രോധം വന്നു കഴിഞ്ഞാൽ സമ്മോഹം അഥവാ മതിഭ്രമം ഉണ്ടാവും. സമ്മോഹാത് സ്മൃതി വിഭ്രമ. സ്മൃതി ഓർമ്മയ്ക്ക് വിഭ്രമം വരും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശോ. ബുദ്ധിനാശാൽ പ്രണശ്യതി. ഞാൻ തിരിച്ചു പറഞ്ഞതാണ്. ആദ്യം തന്നെ ഞാൻ തിരിച്ചു ഇങ്ങോട്ട് പറഞ്ഞു. എന്നിട്ട് ശ്ലോകം ചൊല്ലി ആദ്യം തൊട്ട് ഇങ്ങോട്ടും പറഞ്ഞു. ഇനി മനസ്സിലാകാത്തവരെ വിഷ്ണുദാസനം ക്ലാസ്സിൽ ഇങ്ങോട്ട് വരും. ഇനി വീരഹ, ഈ ജഗത്തിന്റെ ചലനത്തെ ഉൾക്കൊണ്ട്, ഈ ജഗത്തിന്റെ ചലനത്തെ ഉൾക്കൊണ്ട് അതിന്റെ ഓരോ ചലനത്തെയും തന്റേതാക്കി മാറ്റിയ ഭഗവാൻ, അതിന്റെ ഓരോ ചലനത്തെയും തന്റേതാക്കി മാറ്റിയ ഭഗവാൻ, ഭഗവാൻ വീരനാണ്. ശക്തിമതാം ശ്രേഷ്ഠ. ഒന്നുമില്ല, സർവശക്തൻ. 402. ഇനി 403 ധർമ്മ. നോക്കുക, വേദോഖിലോ ധർമ്മമൂലം. വേദമാകുന്നു അഖില ധർമ്മങ്ങളുടെയും മൂലം. മൂലം എന്ന് പറഞ്ഞാല് വേര്. ആ വേര് നൽകിയവൻ ആരാണ്? ഭഗവാൻ വിഷ്ണുവാണ്. അതിനാൽ അദ്ദേഹത്തിന്റെ പേര് ധർമ്മ എന്നാണ്. വേദോഖിലോ ധർമ്മമൂലം. വേദമാകുന്നു അഖില ധർമ്മത്തിന്റെയും പേര് എന്ന് മനുസ്മൃതിയിൽ പറഞ്ഞിട്ടുണ്ട്. ആ ധർമ്മമാകുന്ന വേദത്തെ ഉപദേശിച്ചത് ഭഗവാൻ വിഷ്ണുവാകയാൽ